എൽ ഷദായ് കമ്മ്യൂണിക്കേഷൻസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ വീണ്ടും വീഴുന്നു. 7-ാം സ്ഥലത്ത് നമ്മൾ കാണുന്നതാണ്. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു, അവിടുന്ന് അത് ഗവനിക്കുന്നേയില്ല. സ്നേഹമുള്ളവർ, ഏറ്റവും പ്രയാസകരമായ കാര്യം അത് തന്നെയാണ്. ചുറ്റുമുള്ളവരുടെ പരിഹാസങ്ങളെ ഗവനിക്കാതിരിക്കുക എന്നത്. പരിഹാസങ്ങൾ കൊണ്ട് മുറിവേറ്റ മനുഷ്യരോളം വേദനിക്കുന്നവർ മറ്റാരുണ്ട്? സമ്പത്തില്ലാത്തതിനെ പറ്റി, നിറമില്ലാത്തതിനെ പറ്റി, പൊക്കമില്ലാത്തതിനെ പറ്റി, കുടുംബ പാരമ്പര്യത്തെ പറ്റി, തൊഴിലിനെ പറ്റി, ദാരിദ്ര്യത്തെ പറ്റി, എന്നോ സംഭവിച്ച ഒരു അബദ്ധത്തെ പറ്റി, വീട്ടിൽ നിന്ന് നാട് വിട്ടവരെ പറ്റി, അപമൃത്യുവിൻ്റെയും ആത്മഹത്യയെയും പറ്റി, കൈയക്ഷരത്തെ പറ്റി, ഒരുപക്ഷെ നമ്മുടെ സ്വരത്തെ പറ്റി, നാം തട്ടുവീണ് മുറിവേൽക്കുന്ന കല്ലുകളാണിവയെല്ലാം. എത്രയോ വർഷം കഴിഞ്ഞിട്ടും പലരും അവിടെ തന്നെ കിടപ്പ് തുടരുകയാണ്. ഒന്ന് ഓർത്തോളൂ. ഓർത്തോർത്ത് കരയാനും സ്വയം സഹതപിച്ചും ഹൃദയമാകെ ചോര വാർന്ന് പരിഹസിച്ചവരോട് വെറുപ്പ് നിറഞ്ഞും പ്രതികാരബുദ്ധി തിളച്ചും പകരം വീട്ടാൻ വഴികൾ തേടിയും പലരുടെയും പ്രേരക ഊർജം വെറുപ്പാണ്. മോശമെന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ തലയുയർത്തി നടക്കുവാൻ വേണ്ടി, വരുമാനവും വീടും അന്തസ്സും ഉണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിന് പിന്നിലെ ഇന്ധനം വെറുപ്പാണ്. ഞാനൊന്നും മറന്നിട്ടില്ല എന്ന ആമുഖത്തോടെയാണ് പലരും വർഷങ്ങളേറെ കഴിഞ്ഞും സംഭാഷണങ്ങൾ തുടങ്ങുക. സ്നേഹം നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വെറുപ്പ് നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഒന്നും മറക്കരുത് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന മോട്ടിവേറ്റർമാർ കൂടി ഉണ്ടായാൽ സൂപ്പർ. മറക്കുക, ക്ഷമിക്കുക, എഴുന്നേൽക്കുക, മുന്നോട്ട് പോവുക, മരിക്കുക. കുരിശിന്റെ വഴിയിലെ ക്രിസ്തു മാതൃക. കുരിശിന്റെ ഭാരം തോളിലുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വെറുപ്പിന്റെ ഭാരം ഹൃദയത്തിലും കൂടി ചുമക്കുന്നത്? അവിടുന്ന് അവയൊന്നും ഗവനിക്കുന്നേയില്ല. അവരെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ വെറുപ്പിന്റെയും മുറിവിന്റെയും ആഴം കൂടിക്കൊണ്ടിരിക്കും. മറിച്ച് പിതാവിന്റെ സ്നേഹം ധ്യാനിക്കുന്നതനുസരിച്ച് സൗഖ്യം കൂടിക്കൊണ്ടിരിക്കും. വേദനിക്കുന്ന ഓർമ്മകളെയും ചോരയിട്ടുന്ന ഹൃദയത്തിലെ മുറിവുകളെയും കുരിശിന്റെ ചുവട്ടിലേക്ക് ചേർത്ത് വെക്കാം. തിരുരക്തം വീണ് സൗഖ്യമുണ്ടാകട്ടെ. നമ്മൾ ബലഹീനരാണ്, കുറവുകളുള്ളവരാണ്. പക്ഷേ ഈ ഒരു നന്മ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിന്റെ കൃപകൾ നമുക്ക് തേടാം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.